ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വോളറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 5% താഴെയും, അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ 6-7% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ ഓഗസ്റ്റ് മാസത്തെ IIP ഡാറ്റ വന്നിരുന്നു, വളരെ താഴെയാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും. അതോടൊപ്പം തന്നെ പുതിയ പ്രൈം മിനിസ്റ്റർ പൊതുവെ അദ്ദേഹം ടഫ് സ്റ്റാൻഡുള്ളൊരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ മാർക്കറ്റ് അത് കൺവിൻസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റ് നിന്ന് വളരെ വീക്കാണ്. ഒപ്പം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ അമേരിക്കൻ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തൊരു ആഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഗോൾഡൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്നും മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്ററും ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റൽസ്, ഇൻഡസ്ട്രിയൽ മെറ്റൽസ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് Q2 അവസാനത്തെ മാസമാണ്. അവസാനത്തെ ദിവസം എൻഡ് ചെയ്യാണ്. നാളെ മുതൽ Q3 ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് വളരെ ക്രൂഷ്യലാണ്. സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ വലിയ ടഫ് മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം അനൗൺസ്മെൻറ്റുകളും വരാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം നാളെ മുതൽ പുതിയ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ Q2 ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വരും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീക്ക് ഒക്ടോബർ 2nd വീക്കിൽ വലിയ രീതിയിലുള്ള വോളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകൾ, അതുപോലെ തന്നെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ Q2 റിസൾട്ടുകളും വന്നു തുടങ്ങും. തീർച്ചയായിട്ടും നല്ല വോളാറ്റിലിറ്റിക്കുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഹൈ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ പല സ്റ്റോക്കുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ആ ന്യൂസ് ഫ്ലോസിൽ തീർച്ചയായിട്ടും സീക്വൻസ് സയൻറ്റിഫിക് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ന്യൂസ് പോസിറ്റീവാണ്. ഒപ്പം ബജാജ് ഓട്ടോ അവർ എഥനോൾ ബേസ്ഡ് ബൈക്കും കൂടി ഇറക്കാൻ പോവുകയാണ്. R&Dയിലാണ്. തീർച്ചയായിട്ടും ബജാജ് ഓട്ടോനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം ന്യൂസ് ഫ്ലോസ് ഉള്ളത് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോമർ മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ കമ്പനികൾ, പവർ ജനറേറ്റിംഗ് കമ്പനികൾ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിലും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ബൈ ചെയ്യാനുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെയിൽടെൽ 134.46 കോടി രൂപ വരെ സ്മാർട്ട് മീറ്റർ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അഡാനിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അഡാനി കോണക്സ് ലിമിറ്റഡിൽ നിന്നാണ്. റെയിൽടെലിന് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. റെയിൽടെൽ മറ്റ് മേഖലകളിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PTC ഇൻഡസ്ട്രീസ് BAE സിസ്റ്റംസിൽ നിന്ന് ടൈറ്റാനിയം കാസ്റ്റിങ്സിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. നല്ല രീതിയിൽ വീണ്ടും മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് PTC ഇൻഡസ്ട്രീസ്. ഒപ്പം ബ്ലാക്ക് റോക്ക് അവർ 5 സ്റ്റോക്കുകളിലാണ് വളരെയധികം കോൺസെൻട്രേഷൻ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. റിലയൻസ്, M&M, അൾട്രാടെക് സിമെൻറ്റ്, REC ലിമിറ്റഡ്, ഇൻഫോസിസ്, ഈ ലാർജ് ക്യാപ്പുകളിലാണ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ളൊരു ന്യൂസും കൂടിയാണ്. റിലയൻസ് ഇൻഫ്ര നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിൽ ഒന്നായിരുന്നു. റിലയൻസ് ഇൻഫ്ര 780 കോടി രൂപ വരെ ആർബിട്രേഷൻ കേസ് വിൻ ചെയ്തിട്ടുണ്ട്. ദാമോദർ വാലി കോർപ്പറേഷനായിട്ടുള്ള കേസാണ്. റിലയൻസ് ഇൻഫ്രനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിലയൻസ് പവറും ഒക്ടോബർ 3 QIP അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പുറത്തു വരും. പൊതുവെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ 2 സ്റ്റോക്കുകളെ കുറിച്ചും. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മെർജർ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 10 ആണ്. 100 IDFC ഉള്ള ഇൻവെസ്റ്റേഴ്സിന് 155 IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ലഭിക്കുക. ഒപ്പം വെൽസ്പൺ എൻ്റർപ്രൈസസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 1990 കോടി രൂപ വാട്ടർ പ്രൊജക്റ്റിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. വെൽസ്പൺ എൻ്റർപ്രൈസസ് നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കായിരുന്നു. മൾട്ടി ബാഗർ ഗെയിൻസ് ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ന്യൂസും വളരെ പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസസ് കൊക്കോ ആർട്ട് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോമിൽ 74% സ്റ്റേക്ക് ബൈ ചെയ്തിരിക്കുകയാണ്. ഒരു ഡൈവേഴ്സിഫിക്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒപ്പം അഡാനി ന്യൂ ഇൻഡസ്ട്രി
ബേസിസിൽ സോളാർ പാനൽസും സെൽസൊക്കെ ഉണ്ടാക്കുന്ന കപ്പാസിറ്റി 4 ഗിഗാവാട്ടിൽ നിന്ന് 10 ഗിഗാവാട്ടായിട്ട് ഇൻക്രീസ് ചെയ്യാണ് 2030 ആകുമ്പോഴേക്കും 10 ഗിഗാവാട്ട് ആക്കുന്ന റിപ്പോർട്ടുകളാണ് അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും വളരെ പോസിറ്റീവാണ്. ഇനി നമ്മൾ ഗവൺമെൻറ് GDP കമ്പ്യൂട്ടേഷൻ ബേസ് ഇയർ 2022-23 ആക്കാനുള്ള ആലോചനയിലാണ്. ഫെബ്രുവരി 2026 മുതൽ ഈ ബേസ് ഇയറിനെ ആസ്പദമാക്കിയിട്ടുള്ള കാൽക്കുലേഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, IAP ഡാറ്റയൊക്കെ ഈ ബേസ് ഇയറിനെ വെച്ചായിരിക്കും എന്ന് പറയുന്നു. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 1431 മെഗാവാട്ടിൽ നിന്ന് 1110 മെഗാവാട്ടായിട്ട് 2030 ആകുമ്പോഴേക്ക് ഇൻക്രീസ് ചെയ്യാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിലൊന്നും കൂടിയാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. REC ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിലായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹ്യൂജ് അക്യൂസേഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി കണ്ണൂർ ഒരു ഹോസ്പിറ്റലായിട്ട് അവരൊരു എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. ഒപ്പം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഹോസ്പിറ്റലും കൂടി ഈ കമ്പനി അക്വയർ ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസുള്ള ഒരു കമ്പനിയാണ്. വളരെ ലോ ഇക്വിറ്റി ബേസ് ആണ്. അതോടൊപ്പം തന്നെ കമ്പാരിറ്റീവ്ലി നല്ല ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നതും. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് കിംസ്, അതായത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. 545-550 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം നമ്മൾ ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന് 2 സ്റ്റോക്കുകൾ സ്ട്രോങ് പിക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ടെർമിനൽ കൂടെ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഡാറ്റാ സെൻറ്ററുകളൊക്കെ വീണ്ടും പവർ റിക്വയർമെൻറ്റ് കൂട്ടി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2030 വരെ കാത്തിരിക്കേണ്ടതായിട്ടാണ് വരുന്നതിന് കാരണം പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഇല്ല, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കേബിൾ സപ്ലൈ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും കേബിൾ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചും സോളാർ പവർ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റീസെൻ്റായിട്ട് ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടാണ്, അമേരിക്കയിലെ റിസർച്ച് റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. നമ്മൾ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അമേരിക്കയിൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും ഈ രംഗത്തുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. ഓൾറെഡി മൾട്ടി ബാഗർ ഗെയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത മാസങ്ങളിലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും ഉണ്ടാകാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നൊരു വളാറ്റൈൽ ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ വീണ്ടും നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഒക്ടോബർ മാസം വളരെ വൊളാറ്റിലിറ്റി ഉള്ള ഒരു മാസമായിട്ട് മാറാൻ പോവുകയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വലിയ സീരിയസ് ഇമ്പാക്റ്റാണ് ലബനാനിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പക്ഷെ വന്നേക്കാം. ആ തരത്തിലുള്ള ഒരു ഇവൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം സെപ്റ്റംബർ 28 ഞങ്ങൾ തൃശ്ശൂർ വെച്ച് നടത്തിയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പിൽ അറൗണ്ട് 100 ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ഫുൾ ഡേ വർക്ക്ഷോപ്പായിരുന്നു. എക്സലൻറ്റ് റെസ്പോൺസാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അടുത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇതേപോലെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ്, അതായത് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒപ്പം കൊണ്ടുവരിക. അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ സെഷനും കൂടി അടങ്ങിയിട്ടുള്ളൊരു സെഷനായിരുന്നു ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പ്. അതേപോലുള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ തന്നെ മാസ്റ്റർ സ്ട്രോക്കാണ് ഡെറിവേറ്റീവ് വർക്ക്ഷോപ്പ്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഡെറിവേറ്റീവ് വർക്ക്ഷോപ്പ് തൃശ്ശൂർ കണ്ടക്ട് ചെയ്യുന്നുള്ള ഡേറ്റും അനൗൺസ് ചെയ്യാൻ പോവാണ്. താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അതോടൊപ്പം തന്നെ നമ്മൾ അൺലിസ്റ്റഡ് ഷെയർസ് ധാരാളം സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, വാരി എനർജീസ്, ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റോക്കുകളും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.